ഒന്നാമത് നല്ല ഡേഞ്ചർ ഏരിയയാണ്. വന്യമൃഗങ്ങളായിരുന്നു. ഇതൊക്കെ തന്നെ കണ്ടോ, സിറ്റുവേഷൻ മോശമാണ്. എല്ലാവർക്കും പേടിയുണ്ട്. പേടിയില്ലാത്ത ആരുമില്ല. അയ്യപ്പാ രക്ഷിക്കണേ. മണ്ഡലം 41 ദിവസത്തെ പൂജ കഴിഞ്ഞ് ആള് അനക്കവുമില്ലാത്ത പമ്പ. നോക്കിയേ, നമ്മളിന്ന് പോകുന്നത് പമ്പയിൽ നിന്ന് കരിമലയിലേക്കാണ്. കരിമലയ്ക്ക് ഏകദേശം പമ്പയിൽ നിന്ന് 5 കിലോമീറ്ററോളം ഉണ്ട്. പമ്പയുടെ തീരത്ത് ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു ആത്മീയത ഉള്ളിലേക്ക്. സ്വാമിമാരില്ലാത്ത പമ്പ അതൊരു ശൂന്യത തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ വഴിയാണ് കേട്ടോ ശബരിമലയ്ക്ക് പരമ്പരാഗതമായിട്ട് സ്വാമിമാർ നടന്നു വരുന്ന വഴി. അപ്പോൾ നമുക്ക് ശബരിമല എരുമേലി തൊട്ടിട്ട് പമ്പയ്ക്കുള്ള വഴിയാണിത്. ആ, അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ പോകുന്ന വഴിയിൽ ഒരു പന്നി ഉണ്ട് കേട്ടോ. നോക്കിയാൽ പന്നി അനങ്ങുന്നില്ല. പന്നിക്ക് പേടിയൊക്കെ പോയി കേട്ടോ. സ്വാമിമാരെ കണ്ട് ശീലായി, ഇവിടെയുള്ള ആൾക്കാരെ കണ്ട് ശീലായി. വലിയ പന്നിയാട്ടോ. നമുക്ക് പണി തരുമോ? നമ്മൾ അങ്ങോട്ടാക്കറി, നമ്മൾ അങ്ങോട്ട് ഒരു ദ്രോഹം ചെയ്യാതിരുന്നാൽ മതി. ഒന്നും ചെയ്യില്ല അല്ലേ? ഇവിടെ നോക്കുന്നുണ്ട്. കുത്തനെയുള്ള കയറ്റാണ് കേട്ടോ. നോക്കിയേ, വലിയ മരം. ഇതിൻ്റെ വലിപ്പം എന്ന് അറിയണമെങ്കിൽ ഞാൻ അടുത്ത് പോയി നിന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വേണ്ട, കണ്ടില്ല, അതിൻ്റെ വേരിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ വലിപ്പം മനസ്സിലാവും. നോക്കിയാ, കണ്ടില്ലേ, ഇതിൻ്റെ വേരാണ് കേട്ടോ. വേരിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ വലിപ്പം മനസ്സിലാവും. നോക്കിയാ, എൻ്റെ അമ്മേ, നമ്മളെ കൂടെ കുറച്ച് പേരുണ്ട്. ഇതാ രജിനേട്ടാ, ഇതാ എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. അപ്പോൾ ഞങ്ങൾ 4-5 പേരുണ്ട് കൂടെ. ഇതാ ഒരു ഹായ് കൊടുക്ക്. 2 പേരും പാലക്കാട്, 3 പേരും പാലക്കാട്. ഓക്കെ ഓക്കെ, ഒരാളുണ്ട്. അപ്പം ഞങ്ങളിന്ന് പോണത് പമ്പേന്ന് കരിമലയ്ക്കാട്ടോ. അപ്പോൾ പോണ വഴിക്ക് നമ്മുടെ വലിയാനവട്ടം, ചെറിയാനവട്ടം പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. പമ്പയിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഉണ്ടാവും നമ്മുടെ കരിമലയ്ക്ക് അല്ലേ? ആ, മൂപ്പര് ഇടയ്ക്ക് ഇത് കൂടെ വരാറുള്ള ആളാണ് കേട്ടോ. എവിടെ എവിടെ അപ്പം നമ്മൾ നോക്കിയേ, നല്ല സൂര്യപ്രകാശം കേട്ടോ. ഇത് ചെറിയാനവട്ട സാറേ? ഇത് വലിയാനവട്ടം അല്ലേ? ഇത് വലിയാനവട്ടമാണ്. ആ ആ, ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കണം. ആ, പിന്നെ കുറച്ച് റിസ്ക്കിയാണ്. ഇതേപോലെ നടക്കാനുള്ള റോഡും ഇല്ല. പിന്നെ ചെറിയ ഇടുങ്ങിയ റോഡും പിന്നെ കല്ലും അതൊക്കെയാണ്. അത്ര തന്നെ. കാണാൻ വരുന്ന ഒരാഴ്ച മറ്റേ നല്ല ആംഗിൾ ബൂട്ട്, അതുപോലെ നല്ല ഷൂ. കാരണം പാമ്പുകൾ, ഏകദേശം പാമ്പുകളുണ്ട്. നല്ല ഷൂസ്, അതുപോലെ തന്നെ നല്ല നടക്കണം സൗകര്യം വരിക. അതുപോലെ ഈ ശബരിമല അയ്യപ്പന്മാർ വരുന്ന ഗ്രൂപ്പായിട്ട് വരിക. അത് കാരണം അവർ ഒരു പാദത്തിൽ ഒന്ന് ചെരുപ്പ് പോലും ഇട്ടെങ്കിൽ കൂട്ടത്തോടെ പോകുമ്പോൾ ആദ്യം ഈ ആളുടെ അലക്കം കേട്ടാൽ തന്നെ പാമ്പുകൾ ഓടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ശബരിമല സീസണിലല്ലേ ഇത് തുറക്കുള്ളൂ? ആ ഒരു സമയത്ത് മാത്രമല്ലേ ഇത് തുറന്നുള്ളൂ? പുറത്തുനിന്നുള്ളവർക്കും അനുമതിയുള്ളൂ. അതെ അതെ. ഇപ്പോൾ ഇന്നും നാളെയും ഇല്ല. പിന്നെ അതായത് ഫെൻസീവ് വേണ്ട, അതൊക്കെ ആന വരാതിരിക്കാനുള്ള ഫെൻസീവ് ആണല്ലേ? ഫെൻസിങ് ഇതൊക്കെ ആന വരാതിരിക്കാനുള്ള കേട്ടോ. ശബരിമല സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്തിടും. അപ്പോൾ അങ്ങോട്ട് ആന കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് വലിയാനവട്ടം. ആന മതിച്ച് കാട് കുലുക്കി വരുന്ന വലിയാനവട്ടം. ഇതൊക്കെ അയ്യപ്പസ്വാമിമാർക്ക് വിരിവെക്കാനുള്ള ടെൻറ്റുകളാണ് കേട്ടോ. കൂടുതലായി ഇവിടെ വിരിവെക്കുന്നത് അന്യസംസ്ഥാന അയ്യപ്പന്മാരാണ്. ജനുവരി 1 മുതൽ ജനുവരി 16 വരെയുള്ള അയ്യപ്പന്മാരെ പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പണി പൂർത്തീകരിച്ചിട്ടില്ല. 10-17 ദിവസം കൊണ്ട് അവർക്ക് ഇത്രയും അധ്വാനിച്ചതിൻ്റെ ലാഭം കിട്ടുമോ? കിട്ടുമായിരിക്കും. അയ്യപ്പസ്വാമി കൈവിടില്ല. ലാഭം കിട്ടാതെ അവർ ഇതിനിറങ്ങിത്തിരിക്കില്ലല്ലോ അല്ലേ? ഞങ്ങളുടെ കൂടെയുള്ള 3 പേര് വേഗം നടന്നുപോയി. ഞാനും സൽമാൻ സാറും മാത്രമേ ഉള്ളൂ. ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം അവരോടൊപ്പം നടന്നെത്താൻ കഴിയുന്നില്ല.
സാറേ, നിങ്ങൾ മുന്നിൽ പോയി കഴിഞ്ഞാലേ എന്നെ മാത്രം കൊണ്ടുപോകും. അയ്യപ്പാ രക്ഷിക്കണേ. നമ്മുടെ കൂടെ വന്ന ഒരാൾ ഈ എരുമേലി വഴി നമ്മുടെ ശബരിമലയ്ക്ക് കാനനപാതയിലൂടെ നടന്നു വന്നിട്ടുണ്ട്. അതായത് പരമ്പരാഗത രീതിയാണ് കേട്ടോ. പഴയ കാലത്ത് നമ്മളിങ്ങനെ നടന്നു വരുന്നത് ഇത് കൂടെയാണ്. ഭയങ്കര ഒരു ദിവസം 1-2 ദിവസം പിടിക്കും. ഏകദേശം എരുമേലിയിൽ നിന്ന് പമ്പയ്ക്ക് 40 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് കരിമലയൊക്കെ വന്നിട്ട് റെസ്റ്റ് ചെയ്തിട്ടാണ് സാവുമാർ ഇങ്ങോട്ട് വരാറ്. അപ്പോൾ മൂപ്പരത് വന്നിട്ടുണ്ട്. ആളോട് അഭിപ്രായം ചോദിക്കാം. ഞാൻ നേരത്തെ എൻ്റെ ഫസ്റ്റ് സ്റ്റേഷൻ വന്ന പീരുമേട് സ്റ്റേഷനാണ്. ആ പീരുമേട് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ സത്രം, പുല്ലുമേട്, അതുപോലെ തന്നെ വണ്ടിപ്പേരൊക്കെ വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ വന്ന ആൾക്കാർ വന്ന് കൊഴിഞ്ഞു പോയി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പീരുമേട് സ്റ്റേഷന് വളരെ സ്ട്രെങ്ത് വളരെ കുറവാണ്. അപ്പോൾ അവരൊക്കെയാണ് മാക്സിമം വന്ന് റെസ്ക്യൂ ചെയ്യുക. പക്ഷേ ഇത്രയും ദൂരം കാട്ടിലൂടെ വരുമ്പോൾ എല്ലാവരും ഫിറ്റ്നസ്സായിട്ട് എല്ലാം കരുതണം. അത്രയും ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള ആൾക്കാർ മാത്രം ഇങ്ങോട്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ കാട്ടിന് നമുക്ക് ഭയങ്കര ഒന്നാമത് നല്ല ഡേഞ്ചർ ഏരിയയാണ്. വന്യമൃഗങ്ങളായിരുന്നു. ഇതൊക്കെ തന്നെ കണ്ടോ, സിറ്റുവേഷൻ മോശമാണ്. അപ്പോൾ വരുന്ന ആൾക്കാർ നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ആയിട്ട് വരിക. പിന്നെ അനുഭവങ്ങൾ പറഞ്ഞാൽ കുറേ അനുഭവങ്ങളുണ്ട്. ഒക്കെ ചെറിയ മയങ്ങി വീഴുക, പിന്നെ അതുപോലെ തന്നെ ശാരീരികമായിട്ട് കുഴച്ച് സംഭവിക്കുക, അങ്ങനെ കുഴഞ്ഞു വീഴുക, അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ. അത് എടുത്തു കൊണ്ട റെസ്ക്യൂ ആണ് ഏറ്റവും വലിയ ഡേഞ്ചറായിട്ട് വരുന്നത്. നമ്മൾ നോക്കണം. പക്ഷേ റോഡ് നല്ല റോഡല്ല, അതുകൊണ്ട് നമ്മൾ നോക്കണം മാത്രമേ. അല്ലാതെ കൂടുതൽ പറയാനില്ല. ഞങ്ങളിപ്പോൾ കുറച്ച് നടന്നു പോയതാ. അത് അവിടുന്ന് വരേ. നിരപ്പായ പാത കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ചെറിയ വഴിയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ എൻ്റെ തൊട്ട് ഇടതുവശത്ത് കാണുന്നത് നമ്മുടെ പമ്പാ നദിയാണ് കേട്ടോ. ഇതാ നോക്കിയേ, ഞങ്ങളുടെ മുന്നിൽ പോയവരെ കാണുന്നില്ല കേട്ടോ. സംഭവം സ്വാമിമാരില്ലാത്തതുകൊണ്ട് ഇത്തിരി ഡേഞ്ചറാണ് കേട്ടോ. പോണോ നീ? ഇതേ 2 പേര് അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട് കേട്ടോ. സമയം 4:30 മണി കഴിഞ്ഞു. അതുകൊണ്ട് ഇരുട്ട് ഇറങ്ങി തുടങ്ങി. അതേപോലെ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. എവിടെ എത്തി? കഴിഞ്ഞിട്ടില്ലല്ലോ. എവിടെ എത്തിയിട്ടില്ലല്ലോ. ഓക്കെ, വേഗത്തിൽ നടന്നാൽ നമുക്ക് അവരെ പിടിക്കാം. പക്ഷെ വിചാരിച്ച പോലെ നമുക്ക് നടക്കാൻ കഴിയില്ല കേട്ടോ. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ചുറ്റും നോക്കുമ്പോൾ ഒരു ഭയമൊക്കെ ഉണ്ട്. ഓക്കെ, എന്താ എങ്ങനെ? സൽമാൻ സാറ് ഫോറസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് കാടിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അതറിയില്ല. സിഗ്നൽ അറിയാലോ നിങ്ങൾക്ക്. ഫോറസ്റ്റിൽ ഉള്ളിൽ ഒരുപാട് ജോലി ചെയ്തുകൊണ്ടേ ഞങ്ങൾ എത്ര സ്പീഡിൽ നടന്നിട്ട് അവരെ കാണുന്നില്ല കേട്ടോ. ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന കാരണം ഞങ്ങൾക്ക് അവരോടൊപ്പം എത്താൻ കഴിയുന്നില്ല. ഒരു വലിയ മരം ഞങ്ങൾക്ക് കാണിച്ചാലോ കേട്ടോ, ഒരു രക്ഷയില്ല. ഓക്കെ ഓക്കെ, അതിൻ്റെ അടുത്തൊരാൾ നിൽക്കുമ്പോഴതിൻ്റെ മനസ്സിലാവുള്ളൂ. ഓക്കെ, കണ്ടില്ലേ, അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴതിൻ്റെ വലിപ്പം. അതെ, പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുവരാം, പക്ഷെ ഇവിടെ ഉപേക്ഷിക്കരുത്. കാരണം നമുക്ക് വെള്ളം കൊണ്ടുവരാൻ വേറെ നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ ആരും കാടിനെ അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കരുത്. അപ്പം ഞങ്ങളിങ്ങനെ ഒളിയുമ്പോഴെത്തിയിട്ടാ. ഏകദേശം ഒരു 3 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനോട് കാട്ടിലൂടെ നടക്കുന്നത് അതൊരു എക്സ്പീരിയൻസ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല അഡ്വഞ്ചർ, അങ്ങനെയുള്ള മൈൻഡുള്ളവർ മാത്രമേ നമ്മളിങ്ങനത്തെ കാര്യങ്ങളിൽ നടക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് അടിപൊളിയാണ്, നല്ല ഫീലിംഗ് ആണ്. കാട്ടിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിവിടെ ശുദ്ധവായു, കാമാൻ കൊയ്റ്റ് എല്ലാം, ഒരു രക്ഷയില്ല, അടിപൊളി അല്ലേ സാറേ? ഇതുപോലെ വരണം യാത്രയ്ക്ക്. പക്ഷേ ഫിസിക്കൽ ഫിറ്റ്നസ്സും ആദ്യം നോക്കണം. നമ്മുടെ ഏറ്റവും വലിയ സമ്പാദിക്കുന്നത് നമ്മുടെ ആരോഗ്യമാണ്. ഒപ്പം വെള്ളം കരുതുക, പഴം കരുതുക. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കൊരു
എന്താ പറയുക, നാട്ടിലൂടെ നടക്കുമ്പോൾ നമുക്ക് കുറേ കടകളുണ്ടാവും. എന്തെങ്കിലും വിശക്കുമ്പോൾ, വെള്ളം കുടിക്കുക, വെള്ളം ദാഹിക്കുമ്പോൾ പോയിട്ട് ഓടിപ്പോയിട്ട് നമുക്ക് മേടിക്കാം. പക്ഷെ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒന്നും പറ്റില്ല. അരുവിയിലെ വെള്ളം മാക്സിമം കുടിക്കാൻ ശ്രമിക്കുക. കാരണം എന്താ പറയുക, അത് ശുദ്ധജലം പറയും. പക്ഷെ അതിൽ വന്യമൃഗങ്ങളുടെ മലമൂത്ര വിസർജനങ്ങൾ അതിലുണ്ടാവും. അപ്പോൾ നമ്മൾ മാക്സിമം തിളപ്പിച്ച വെള്ളം കൊണ്ട് ഇങ്ങോട്ട് വരാം. തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് കൊണ്ടുവരാം. പുളിയമ്പുഴയിൽ ഇതാ നോക്കിയേ, ഇവിടെയും ടെൻറ്റുകൾ കുറേ ഉണ്ട് കേട്ടോ. ഒന്നും സ്വാമിമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ടെൻറ്റുകളൊക്കെ ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 30-ാം തീയതി വീണ്ടും തുടങ്ങും. അല്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് തേങ്ങ. ഈ സാധനങ്ങളൊക്കെ ഇവിടേക്ക് വണ്ടി വരില്ല കേട്ടോ. ഈ സാധനങ്ങളൊക്കെ ഇവർ ഏറ്റിയിട്ട് ചുമടായിട്ടാണ് കൊണ്ടുവരുന്നത്. നമ്മൾ ആലോചിക്കണം, ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസ് അവർ ഈടാക്കും. ഓക്കെ, അടിപൊളി അരുവി. വീണ്ടും നല്ല തണുപ്പ് കിട്ടാം. നല്ല തണുപ്പ്. ഒന്ന് മുഖം കഴുകുക. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല തണുപ്പ്. ഇത് പ്യുവർ വെള്ളം, പ്യുവർ വാട്ടർ എന്ന് പറയില്ലേ, ഒരു രക്ഷയില്ല. കാട്ടിൽ കിട്ടുന്ന ഏറ്റവും കാട്ടിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും അമൂല്യമായ വസ്തു എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളമാണ്. കാട്ടിൽ നിറയെ വന്യമൃഗങ്ങളുണ്ടാവും. പക്ഷേ നമ്മളൊരു ആൻ്റെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഓടി ഒളിഞ്ഞു നിൽക്കുക. രണ്ടാമത് കടുവ, കരടി എന്നിവ വന്നു കഴിഞ്ഞാൽ, കരടി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല നീട്ടുള്ള വടിയെടുക്കുക. അത് മാക്സിമം ഒരു കാട്ടിൽ മാക്സിമം ഒരു മിനിറ്റ് പോലും ഇരിക്കാതെ നമ്മൾ നോക്കുക. മാക്സിമം എപ്പോഴും നിൽക്കണം. ഒരു സ്പോട്ടിലായാലും ശരി, എവിടെ ശരി നിൽക്കണം. മൃഗങ്ങൾ കണ്ടാൽ പേടിക്കും. നമ്മളിങ്ങനെ ഹൈറ്റുള്ള സാധനം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കരടി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ വടി കൊണ്ട് കുത്തുകയോ ഇങ്ങനെ പിടിക്കുകയോ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കടുവ വരിക വെച്ചാൽ ഡയറക്റ്റ് നേരിട്ട് കണ്ടുമുട്ടി. നമ്മൾ ആദ്യം അതിനെ തന്നെ നോക്കി നിൽക്കുക. അതിനുശേഷം പതിയെ പുറകോട്ട് കാല് വെച്ച് പുറകെ ഒരു 4-5 സ്റ്റെപ്പ് വെച്ച് പോകും. കടുവ അവിടെ തന്നെ നിൽക്കും. പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാത്ത ജീവിയാണ് കടുവ. അതിന് നമ്മൾ അതിനുശേഷം ഓടിപ്പോകും. പക്ഷെ പുലിയാണെങ്കിൽ രക്ഷയില്ല, അതെന്ത് വേണം ചെയ്യും. ഓഹോ, നോക്കിയേ കേട്ടോ, ചെറിയൊരു അരുവി ഉണ്ട് കേട്ടോ. ഓക്കെ, കാട്ടിന് നടുവിലുള്ള ശുദ്ധമായ വെള്ളം. ഓക്കെ, ഒരു രക്ഷയില്ലാട്ടാ. കയറി സത്യത്തിൽ ഇപ്പോൾ ഉള്ളിലൊരു പേടി തോന്നി തുടങ്ങിയിട്ടാ. കാരണം അവരെ കാണുന്നില്ല. അത് ഞങ്ങൾ രണ്ടുപേരും ചുറ്റും നോക്കുമ്പോൾ ഒരു ഏകാന്തത പേടി, എന്താ പറയുക. ഇത് നോക്കി, ആനപ്പിണ്ടം. ഇന്നലെ വൈകിട്ട് വന്ന ആനകളാണ് കേട്ടോ. ഞങ്ങൾ വരുമ്പോൾ 2 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് ആന വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അത് കണ്ടില്ലേ, ആന ഉരുതി പോയതിൻ്റെ പാട് കണ്ടില്ലേ. ആന ഉരുതി പോയതിൻ്റെ പാടാ. സൂക്ഷിക്കണം കേട്ടോ.
ഓ രണ്ടുപേരെ കണ്ടു. ഇപ്പോഴാണൊന്ന് ആശ്വാസമായത്. ഓ മറ്റേര് എത്ര ദൂരം എത്തിയിട്ടുണ്ടാവും? ഉണ്ടല്ലേ? ഓക്കെ. സാമാർക്കുള്ള വിരി, പിന്നെ ഭക്ഷണം, പിന്നെ വെള്ളം ഇതൊക്കെ കൊടുക്കുന്ന ചെറിയ കട നടത്തുന്ന ആൾക്കാരാണ്, അതിലത്തെ ആൾക്കാരാണ്. ഇടയ്ക്ക് അവരെ കാണുമ്പോൾ ഒരു സമാധാനം. അപ്പോൾ ഞങ്ങളിങ്ങനെ കരിമല 24ാമത്തെ പോയിന്റിൽ എത്തിയിട്ടാ. അപ്പോൾ ഇവിടെ ചേട്ടൻ മാത്രമേ ഉള്ളൂ. ചേട്ടൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയൊന്നുമില്ലാതെ? പേടിയില്ല. രാത്രി ഒറ്റയ്ക്ക് തന്നെ? അതെ. എന്റെ കൂട്ടുകാരിപ്പം താഴെ ചുമടെടുക്കാൻ പോയി. അപ്പോൾ അവർ വരും, 3 പേരുണ്ടാവും. ഞങ്ങൾ 10 പേരുണ്ട്. 10 പേരുണ്ട്. ഓ ചേട്ടൻ ഇവിടെ ഉള്ളത് തന്നെ? ഞാൻ എരുമേലി. എരുമേലി. ഇത് ഞങ്ങളുടെ തട്ടകം. കക്കൂസുണ്ട്, ബാത്റൂമുണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്. ഇപ്പൊ അമ്മാര് ചരക്കിറക്കാൻ പോയ കൂട്ടുകാരി. അതെ അല്ലേ? അപ്പോൾ ഞാൻ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്തേച്ചാ പോയത്. പെരുന്നാളം വരെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണം. മൊത്തം കിളികളുടെയും എന്താ പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും സൗണ്ടാണ്. ഇനിയിപ്പോ രാത്രി ആകുമ്പോ ഒന്നിന്റെ സൗണ്ടില്ല, നിശ്ചലാവും. ആന വരാറ്? ഇവിടെ വന്നത് നിങ്ങൾ ഇങ്ങോട്ട് കയറിയായിരുന്നു? അങ്ങോട്ട് കയറിയില്ല, അങ്ങോട്ട് എത്തിയില്ല. ഈ വളവില് വന്നിട്ടുണ്ട്. താഴത്തും അവിടേക്കും വന്നിട്ടുണ്ട്. താഴത്ത് അവിടെയും വന്നിട്ടോ. ഇന്നലെ ഞങ്ങളെ കേട്ട് ഇവിടെ വന്ന ആ പിണ്ടോ വിട്ടേച്ചാ. ചെല്ലുമ്പോ കാണാൻ എത്ര ഉണ്ട്. ഒരു സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ ഭീകരതയാണ്. പിന്നെ പേടിയോ? ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് പിന്നെ ഇരിക്കാതിരിക്കാനൊക്കെ. ഇവരെ പണയം പറ്റില്ല. ആർക്കാ പേടിയില്ല? എല്ലാവർക്കും പേടിയുണ്ട്. പേടിയില്ലാത്ത ആരുമില്ല. മലയ്ക്ക് പോകണില്ലേ പ്രാവശ്യം? ഈറൊക്കെ അടിക്കും. എനിക്ക് ഇല്ല എന്നൊക്കെ ഈറടിക്കും. പക്ഷെ കണ്ടിയോട് ആൾക്കാർ മാങ്ങാടെ പുള്ളി അറിയുള്ളൂ. പേടി എല്ലാവർക്കും ഉണ്ട്. മനുഷ്യനായിട്ട് ജനിച്ചു പോയ എല്ലാവർക്കും പേടിയുണ്ട്. അത് ശരിയാണ്. ഒരു കുഞ്ഞിന് പോലും മെതിയാനും പറ്റില്ല. മലയ്ക്ക് പോയില്ലേ പ്രാവശ്യം? മലയ്ക്കൊന്നും ഞാനും പോവാറ് ഇല്ല. എന്ത് മലയ്ക്കും പോവില്ല, പള്ളിയിലും പോകും. നമുക്ക് സത്യസന്ധമായ സത്യം, നീതി, ധർമ്മം ഇത് മൂന്നും കൈമുതലുള്ള എങ്ങും പോകില്ല. പക്ഷെ അവര് പോലെ പോണത് ഒരു എന്താ പറഞ്ഞ, അവിടെ പോയാലും നീ തന്നെയാകുന്നു ഞാൻ തന്നെയാകുന്നു നീ. അതാണല്ലോ പറയണേ. ആഴിയും കത്തിക്കും അവിടെ ഇരിക്കും. ആഴി എന്തായാലും കത്തിക്കണം, ഇല്ലെങ്കിൽ വരില്ല. രക്ഷയില്ല. ആഴില്ലെങ്കിൽ ഉറപ്പാ വരും ഉള്ളിക്ക്. ആഴി ഒട്ടയിലും വരും. ഇപ്പോഴത്തെ ആനയ്ക്കൊന്നും ഭയമേ ഇല്ല, കവച്ച് കടന്നു വരും. അതിൻ്റെ കൂടെ ഞങ്ങളുടെ മോട്ടറും കേടായി. കാരണം വലിക്കുന്ന സാധനം ട്രക്കായി. അത് കാരണം 2 ദിവസമായിട്ട് ഇന്നിപ്പം വെട്ടം കാണുകയില്ല. അത് 41 കഴിഞ്ഞ് അവരുടെ കാലമാ. പിന്നെ എല്ലാരും ഇല്ല. പിന്നെ ആരും ഇല്ലല്ലോ. പിന്നെ ഇങ്ങോട്ട് ആരും വരില്ലല്ലോ, ഇവിടേക്ക് ആരും വരില്ലല്ലോ. ഫോറസ്റ്റുകാർ വരാറുണ്ടോ അത് കൂടെ? സീസൺ കഴിഞ്ഞാൽ പിന്നെ വരില്ല. അയ്യപ്പന്മാരെ കൊണ്ട് അയ്യപ്പന്മാരുള്ളുമ്പോ വരുവാർ. മണ്ഡലപൂജയ്ക്ക് ഇത് കൂടെ തുറക്കില്ലല്ലോ? തുറക്കും. മണ്ഡലപൂജ അല്ല, മാസപൂജയ്ക്ക് ഇത് കൂടെ വരില്ല. ആ ഒരു ദിവസം വേണ്ടിട്ട് അത് റിസ്ക് ആണ്. അപ്പൊ ഇത് മണ്ഡലപൂജ തുടങ്ങണ സമയത്ത് ഇവര് ഫോറസ്റ്റുകാർ വന്നിട്ട് ഒക്കെ വൃത്തിയാക്കും? അതോ ആരാ വൃത്തിയാക്കണത്? അവരായത് വൃത്തിയാക്കുന്നു. വഴിയൊക്കെ വെട്ടി കളിക്കണേ അവരെ ഏൽപ്പിക്കുക. ഓരോ വാർഡ് ഓരോ ചെയർമാനുണ്ട്, അതിന്റെ അനുയായികളും ഉണ്ട്. അവരെല്ലാം കൂടെ വന്ന് തെളിച്ചേച്ച് പോകും. ഓരോരുത്തർ ഇത്ര താഴേന്ന് വലിയാന വട്ടത്തുനിന്ന് ഇവിടെ സന്നംപാറ താഴെ അവിടെ വരെ കരിമലക്കാർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെയൊക്കെ വേർതിരിയില്ലോ. അപ്പം ഇങ്ങനെ ഞങ്ങൾ കരിമല എത്തിയില്ല കേട്ടോ. കരിമലയുടെ 1 കിലോമീറ്റർ മുന്നേ മൂപ്പർക്ക് വയ്യാണ്ടായി. അപ്പോൾ ഞാനും ഇപ്പം ആളിനെ വിട്ടിട്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാനും പാടില്ല. 2 പേര് എന്തായാലും വേണം. ബഡ്ഡിയായിട്ട് എപ്പോഴും പോകാൻ പാടും. അപ്പോൾ നമ്മുടെ മുന്നിൽ പോയൊരു 3 പേര് നേരത്തെ പോയി. അപ്പോൾ അവരവിടെ എത്തിയിട്ടുണ്ടാവും. അവരെത്തി അവിടെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരവിടെ എത്തിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പർക്ക് വയ്യ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ ഡേഞ്ചറാണ്, ഒറ്റയ്ക്ക് പോകാനും ഡേഞ്ചറാണ്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ കരിമല എത്തിയില്ല കേട്ടോ. കരിമലയുടെ ഏകദേശം 1 കിലോമീറ്റർ മുന്നേ എൻ്റെ യാത്ര അവസാനിക്കുകയാണ്.